ചാൻസ് ചോദിച്ചു വന്നേണു. അല്ല ആണെങ്കിലും കാര്യമൊന്നുമില്ല. എന്താ ഇവിടെ എല്ലാ റോളും ഫില്ലായി. വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റിയിൽ പോയിട്ട് ചോദിക്കുന്നതായിരിക്കും ബുദ്ധി. എനിക്ക് റോളൊന്നും വേണ്ട. അവിടെ റൂമിൽ നിന്ന് കാണിച്ചു തന്നാൽ വേണ്ടെങ്കിൽ വേണ്ട. അല്ല പിന്നെ എന്തിനാ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ റൂം ചോദിച്ചു വന്നത്? ഈ അസിസ്റ്റന്റ് ഡയറക്ടറിനെ ചാൻസ് ചോദിച്ച് വരുന്നവരെ കാണാൻ പാടുള്ളൂ. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ജീവിക്ക് കൂട്ടുകാരും കുടുംബമൊന്നും ഉണ്ടാവില്ലേ? ആ തുടക്കത്തിലൊക്കെ ഉണ്ടാവും, പിന്നെ ഉണ്ടാവാറൊന്നുമില്ല. അല്ല നിങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോളറാണോ? ചാൻസ് ചോദിച്ചു വന്നതാ. പിന്നെ എങ്ങനെ അവിടെ റൂം അറിയാം? ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാളായി, അതുകൊണ്ടാവാം. എന്നിട്ടാണ് ബാക്കിയുള്ളവരോട് സ്ഥലം വിട്ടോളാൻ പറയണത്. കല്യാണം മുടക്കളെ കണ്ടിട്ടുണ്ട്, ചാൻസ് മുടക്കളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് റൂം. ഞാൻ വിളിച്ചോളാം. അല്ല അപ്പം ഞാൻ താങ്ക്സ്. പിന്നെ വിസാറിൻ്റെ അടുത്ത് എൻ്റെ കാര്യമൊന്ന് ഞാൻ പറഞ്ഞോളാം. ശരി. നീ ഇതെങ്ങനെ വന്ന്? നീ റൂം എങ്ങനെ അടിച്ച്? ഞാൻ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എന്ത് ദിവ്യയുടെ കാര്യം അത് പറയാനാണ് നീ ഇതുവരെ കുറ്റിയും പറിച്ചു വന്ന്? എന്നാ പിന്നെ ഞാൻ പറ. എന്ത് എടാ ഞാൻ നീ എന്താ ചെയ്യേണ്ടതെന്ന് പറ. കാര്യം നീ എൻ്റെ ഫ്രണ്ടൊക്കെ ആണെങ്കിലും നീ കാണിച്ചതല്ല ശുദ്ധ പോക്കൃത്തിലായി പോയി. അത് മനസ്സിലായി. ഇനി സത്യത്തില് അടിച്ച് മോന്ത പൊളിക്കേണ്ട കാര്യമാണ് നീ കാണിച്ചത്. എടാ അതാണ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ അവളെ അവസരം കൊണ്ടേ കളഞ്ഞു. നീ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ? എണ്ണയല്ല, പെട്രോളാണ് ഒഴിക്കേണ്ടത്. എടാ എന്ത് എന്തായാലും സമ്മതിച്ചു, പറ്റേണ്ടത് പറ്റി. ഇനി നീ അവളോട് ഈ കാര്യം പറ, എന്നിട്ട് മാപ്പി ചോദിക്ക്. അയ്യടാ മാപ്പി ചോദിക്കാനും പറ്റത്തില്ല എന്ന കാര്യം സോൾവ് ചെയ്യണം. എന്നാ നീ പോവണ്ട. അതല്ല. എന്തല്ല, നിനക്ക് അവളെ ഇഷ്ടല്ലേ? എന്നെ ഈഗോയൊക്കെ വിടാതെ നീ ഒരു പണി, നീ എൻ്റെ അടുത്ത് പറയണ്ട, നീ അവിടെ പോയി സോറി പറഞ്ഞോ, ഞാൻ അറിഞ്ഞിട്ടില്ല പോരെ. എടാ മിക്കവാറും കാമുകന്മാർ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഈ മസിലെടുത്താൻ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കെട്ടിപ്പിടുത്തം കാലുപിടിച്ചാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ, മനസ്സിലായോ? എടാ ഇതൊക്കെ നിന്റെ പോസിറ്റീവ്നെസ് ഉണ്ടാണെന്ന് അവള് മനസ്സിലാക്കട്ടെ, മനസ്സിലായോ? പിന്നെ അതുമല്ല, എന്ത് കോപ്പിലെ പോസിറ്റീവ്നെസ് ഉണ്ടെങ്കിലും പരസ്പര വിശ്വാസം ഇല്ലാതെ രണ്ടുപേർക്ക് ഒരുമിച്ചൊരു റിലേഷൻഷിപ്പ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, മനസ്സിലായോ? അത് ആദ്യം നിന്റെ തലയിൽ കയറ്റി പിടി കിട്ടുന്നുണ്ടാവും. പിന്നെ അതിന്റെ ഇടയിലെ ഈ നാട്ടുകാരുടെ മെക്കിട്ടേറിലൊക്കെ നിർത്തിക്കോ, മനസ്സിലായോ? നാട്ടുകാർക്ക് ഈ പറയുന്ന പോസിറ്റീവ്നെസ് ഒന്നും പിടി കിട്ടത്തില്ല, അവർ അലക്കി തേച്ചെടുക്കുന്നില്ല. ശരി, എന്നിട്ട് പണി കിടക്കട്ടെ. അപ്പൊ ഞാൻ പോവാം. ശരി, അപ്പൊ നേരെ പോയി സോറി പറയല്ലേ? സോറി എന്റെ പട്ടി പറയും. അപ്പൊ ഞാനെന്തിനൊക്കെ പറഞ്ഞു? ചേച്ചി क्या हुआ सेटा? कहाँ है तेरा मुതലാളി? നയ മുതലാളിയാണോ പുരാന മുതലാളിയാണോ? നയ അതെന്ത് സെറ്റപ്പ്? ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. അത് മുട്ട പറ്റായിരുന്നു. ജോസഫേട്ടാ എന്താടോ ഈ വഴിക്കൊക്കെ? പ്രിയ ചേച്ചി ഇല്ലേ? ഉണ്ട്, പക്ഷെ പുറത്ത് പോയിരിക്കുക. എന്തെങ്കിലും അർജന്റ് കാര്യങ്ങളുണ്ടോ? അല്ല, അർജന്റ് ഒന്നുമില്ല. അർജന്റ് ആണെങ്കിൽ എന്നോട് പറഞ്ഞോ. ഞാൻ വാടക കൊടുക്കാൻ വന്നതാണ്. ആണോ? എൻ്റെ തന്നേരെ. അല്ല, സാധാരണ ചേച്ചിയുടെ കയ്യിലാണ്. ഇനി മുതൽ എൻ്റെ തന്നാൽ മതി. അല്ല, എന്തിനാ ഈ അടുത്ത മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് തരുന്നത്? അതിൻ്റെ ആവശ്യം നമുക്കില്ല. അയ്യേ, ഇത് ഈ മാസത്തെ വാടകയാണ്. ഈ മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ, അതോ മലയാള മാസമാണോ? ഇംഗ്ലീഷ് മാസം സെപ്റ്റംബർ. വളരെ നേരത്തെ ആണല്ലോ. ഇന്ന് ഏതാ ഡേറ്റ്? അത് ജോസഫേട്ടാ, നിങ്ങൾ വാടകക്കാരെ, ഞങ്ങൾ ഹൗസ് ഓണേഴ്സ്, അതല്ലേ? അതല്ല. ഏതല്ല? മിസ്റ്റർ ഡി ജി, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഓ, അതായത് വീട് വാടകയ്ക്ക് കൊടുക്കുന്ന വാടക കിട്ടാനാണ്. അതിന് ചില വ്യവസ്ഥയും വെള്ളിയാഴ്ചകളും ഉണ്ട്. അയ്യോ, ഇന്ന് വ്യാഴാഴ്ച ആണല്ലേ. ഞാനെന്നാ പോയിട്ട് നാളെ വരാം. അല്ല, കൊണ്ടുവന്ന് തന്നേക്കൂ. ഇത് പറമ്പിലെ പുല്ലിയെത്താൻ പോലും തികയല്ലോ. അതിന് ചേട്ടനെവിടെ പറമ്പ്? പുച്ഛം അല്ലേ? ഇത്തവണത്തേക്ക് വിട്ടിരിക്കുന്നു. അടുത്ത മാസം 5-ാം തീയതി കട അടയ്ക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് വാടക ഇവിടെ കിട്ടണം. എങ്ങനെ? 5-ാം തീയതി? ഇംഗ്ലീഷോ മലയാളം? ഇംഗ്ലീഷ്. ഇല്ലെങ്കിൽ നീ എൻ്റെ മലയാളം കേൾക്കും. ഓ, അത് ആരുടെ കയ്യിൽ കിട്ടണം? ജോസഫ്. അതല്ലെങ്കിലോ? ലേറ്റ് ആകുന്ന ഓരോ ദിവസത്തിനും ഞാൻ പലിശ വെക്കും. പലിശ? എന്താണ് പലിശ? പ്രീതിയെ ഞാൻ അറിയിച്ചോളാം. കിട്ടോ?
ഇപ്പൊ മനസ്സിലായി ആരെന്നെ മുതലാളിന്ന്. ബിൽക്കുൽ. സഫാഷ്. ഞാൻ സോറി പറയാന്ന് പറഞ്ഞില്ലേ? എന്തിന്? അത് എനിക്ക് തെറ്റുപറ്റിയോണ്ട്. ഏയ്, എനിക്ക് തെറ്റുപറ്റി പോയെന്ന് ഇപ്പൊ എന്റെ സംശയം. എന്നാ നീ സോറി പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ഇനി ആവർത്തിക്കില്ല. ഞാൻ സോറി പറയാം. സോറി പറയാന്ന് പറയണല്ലാതെ പറയണില്ലല്ലോ. പറയാല്ലേ? നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടി പറയണ്ട. നിനക്ക് വേണ്ടിയാ പറയണേ, പക്ഷെ എനിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് സോറി. അയ്യേ, ഇതെന്ത് സോറി? നീ ആരെ ബോധിപ്പിക്കാനാ ഈ പറയണേ? പോരല്ലേ? ഞാൻ പറയാം. സോറി, ഇനി ആവർത്തിക്കൂല. എന്താ ആവർത്തിക്കൂല? തെറ്റായിട്ടുള്ള ഒന്നും ആവർത്തിച്ച നീ എന്നെ ഇടിച്ചോ? അതെ, ഇന്ന് ആകാശ് ലഞ്ചിന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രീതി ചേച്ചിയുടെ കഫേയിൽ വെച്ചിട്ട്. നീ വീണ്ടും തല്ലാൻ വരുമോ? നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ലഞ്ച് കഴിക്കാൻ പോകുന്നതിന് എനിക്കെന്താ കുഴപ്പം? നമ്മള് പണ്ടും ഫ്രണ്ട്സ് തന്നെയായിരുന്നു, എന്നിട്ട് നീ കാണിച്ചു കൂട്ടിയതോ? അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ. തെറ്റുപറ്റിപ്പോയി. ആകാശിനോട് എൻ്റെ അന്വേഷണം പറയാം കേട്ടോ. ഇപ്പൊ കാണാം. ജോസഫേട്ടാ, എന്തോ ഇതെന്തത്? അത് വാടക കരാറ്. അത് മനസ്സിലായി. ഇത് വാടക. നിങ്ങൾ വാടകയ്ക്കല്ലേ? അല്ലേ? അതല്ല, വാടക കൂട്ടിയപ്പോ പിന്നെന്താ കുറയ്ക്കണം? അത് ഒറ്റയടിക്ക് 1000 രൂപയോ? ഒറ്റയടിക്ക് 1000 രൂപ അല്ല, 1000 രൂപ. അത് ഒറ്റയടിക്ക് കൂട്ടിയല്ല. നിങ്ങൾ ഈ വീട്ടിൽ കയറിയ പിന്നെ എന്തെങ്കിലും വാടക കൂട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനിപ്പൊ കൂട്ടണ്? എപ്പോഴെങ്കിലും കൂട്ടണ്ടേ കുഞ്ഞെ? എന്നാലും പെട്ടെന്ന് ഇങ്ങനെ. പെട്ടെന്നൊന്നും അല്ല. ഈ സിറ്റിയിൽ ഇത്രയും സൗകര്യത്തിന് വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്കി ആയിരിക്കണം ആരായാലും. ലക്കിയാണ്. എടാ, ഇത്രയും കുറഞ്ഞ വാടക കിട്ടണമെന്നുണ്ടെങ്കിൽ മഹാലക്കി ആവണം. മഹാലക്കിയല്ല. നിങ്ങൾ സൂപ്പർ ലക്കിയും ഹൗസ് ഓണർ അൺലക്കി ആയിട്ട് പോകുന്നത് ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതല്ല, ഇതിനെപ്പറ്റി പ്രീതി ചേച്ചി ഒന്നും. പ്രീതി ജോസഫ് എൻ്റെ ഭാര്യ പറഞ്ഞു തന്നെ അറിയണം എന്നാണോ? ഞാൻ പറഞ്ഞാലും പോരെ? അല്ല, ഇതെപ്പ തൊട്ടാ? ഇന്ന് തൊട്ട. ശരിക്കും മുൻകാല പ്രാബല്യത്തോടെ കൂട്ടേണ്ടതായിരുന്നു. പിന്നെന്തേ? ഞാൻ കണ്ണിച്ചോര ഇല്ലാത്ത ഒരു ഉടമസ്ഥനല്ലാത്തവൻ. അല്ല, നിനക്ക് താല്പര്യം പറഞ്ഞാൽ മതി, വേറെ ആള് നിപ്പുണ്ട്. ഇതെന്താ ഇവിടെ തൂരും തുടയൊന്നും ഇല്ലേ? അതൊക്കെ ഉണ്ട്, ഇന്നില്ല. ഇത് കണ്ടാലേ കുറെ നാളായിട്ട് തുടയ്ക്കാതെ കിടക്കുന്ന പോലാണല്ലോ തോന്നുന്നത്. അത് ശരിയാക്കാം ജോസഫേട്ടാ. ഇതാണ് ഈ ബാച്ചിലേഴ്സിന് വീട് കൊടുത്താലുള്ള കുഴപ്പം. ഒന്നാമത്തെ കാര്യം, വീട് വൃത്തിക്ക് നോക്കത്തില്ല. രണ്ടാമത്, വാടക കൃത്യമായിട്ട് കിട്ടത്തില്ല. മൂന്നാമത്തെ കാര്യം, വാടക കൂട്ടിയാൽ മുഖം വീർപ്പിച്ച് നിൽക്കും. വാടകയ്ക്ക് വീട് കൊടുക്കുന്ന പുണ്യത്തിനാണ്. പുണ്യം കിട്ടുന്നുണ്ടെങ്കിലും വാടക കറക്റ്റ് കിട്ടണില്ല ജോസഫേട്ടാ. എപ്പോ കിട്ടി? ചോദിച്ചോ, ഈ മാസത്തെ വാടക എപ്പോഴാ തന്നതെന്ന്. അതെ, ആ ചൂലും ബക്കറ്റും കൊണ്ടുവാ. ഞാൻ തന്നെ എല്ലാം കഴുകി ക്ലീൻ ആക്കി തന്നിട്ട് പോവാം. ഞാൻ 3 ദിവസം ലീവ് എടുത്തപ്പോ നീ ഇവിടെ വേറെ പണിക്കാരനെ വെച്ചോ? ആരാടാ ഈ ബംഗാളി? ബംഗാളി നിന്റെ നിങ്ങളായിരുന്നോ? ബേബി ചേച്ചി ഒരു 3 ദിവസം ഇവിടുന്ന് മാറുന്നപ്പോഴേക്കും വീടാകെ വൃത്തികേടായി പോയെന്ന് പറയുന്നു. ആര്, നീയാ? ഞാനല്ല, ജോസഫേട്ടൻ. പിന്നല്ല. എടാ, ഇത് എന്തൊരു കോലമാടാ ഇത്? ഇതെന്തുവാ, വീടോ ചന്തയോ? തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്, വിളപ്പിൽ ശാല എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ചവറുകൂനക്ക് ഇതിനേക്കാളും വൃത്തിയുണ്ടല്ലോടാ. ഈ നിലയ്ക്ക് ഞാൻ 1 മാസം ലീവ് എടുത്തിരുന്നെങ്കിൽ ഇവിടെ എന്തായന കാര്യങ്ങള്? ഇത് വാടക വീടായത് നിന്റെയൊക്കെ ഭാഗ്യം. ആരാന്റെ അല്ലേ? ഇതിന്റെ ഉടമസ്ഥനെങ്ങാണം കണ്ട അയാള് ചങ്ക് പൊട്ടി ചാവൂടാ. കഷ്ടം. ഞാൻ വല്ലോ ആയിരിക്കണമായിരുന്നു ഹൗസ് ഓണർ. പെട്ടിയും പ്രമാണവും എടുപ്പിച്ച് എല്ലാത്തിനും നാട് കടത്തിയാന്, അല്ലേ സാറേ? ഐ നോ സാർ. പിന്നെന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പുള്ളി ആളൊരു പാവ. കഴിക്കാൻ എന്തെങ്കിലും പറയാം. കുടിക്കാൻ എന്തെങ്കിലും വേണോ? വിളിക്കാടാ. വിളിച്ചാ മതി. ഹലോ, ഞാൻ ഇവിടെ കടയിലുണ്ട്. സാമിന് സുഖമല്ലേ? തന്നെ ഭയങ്കര കാര്യമാണ്. വിശേഷല്ലേ ഉള്ളൂ. ഇല്ല, കഴിച്ചിട്ടില്ല.
അത് പേടിക്കാനൊന്നുമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഇല്ലേ. ഒരു മിനിറ്റ് കേട്ടോ. ഡാ, എന്താ നിന്റെ പണി? എന്ത് പണി? ഇവിടെ പറഞ്ഞു. നീ ആരോടായി സംസാരിച്ചോണ്ടിരിക്കണേ? ഞാൻ ആരോട് സംസാരിച്ചു? എന്താ ലൈവ് റെക്കോർഡിംഗാ? റെക്കോർഡിംഗാ? എന്താ പ്രശ്നം? എന്താ കാര്യം പറയേച്ചി? നീ ആരോടാ സംസാരിക്കണേ? ഇതെന്തെനിക്ക് ആരോട് സംസാരിക്കാൻ പാടില്ലേ? ഇതെന്താ വെള്ളരിക്ക കഫേ? അപ്പൊ നീ ഫോൺ തരില്ല? ഞാൻ ഫോൺ തന്നെ. ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ ഫോൺ വിളിക്കി. ഡാ സാമേ, അല്ല സാമല്ല. നീ ആരാന്നാ നിന്റെ വിചാരം? ഇവനാരാ നിന്റെ സ്പൈയാ? അല്ല. ദേ, നിനക്ക് ദിവ്യയുടെ തനി സ്വഭാവം മനസ്സിലായിട്ടില്ല. എന്ത് പണ്ടാറടങ്ങനാ നീ എന്നോട് സോറി പറഞ്ഞേ? ഒളിഞ്ഞു നോക്കിയ നിന്റെ കണ്ണി ഹലോ, ആരാ? എടാ സന്ദീപ, നിന്റെ കണ്ണിനെ തോറ്റിയടാ. ഇതാനാ? നീ ആരടി? കൊടുക്കടി ഫോൺ എന്റെ മോന്. അവന്റെ കാലിന് ചൊറിക്ക് ഡോക്ടർ പറഞ്ഞ മരുന്ന് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോ നീ എവിടെ വന്ന്? ആരടി നീ? മമ്മിയാണ്. മമ്മിക്ക് മൈഗ്രൈൻ്റെ അസുഖം, മരുന്ന് മേടിക്കാൻ പറഞ്ഞിട്ട്. സോറി. മമ്മി. ആരുടെ അമ്മയ്ക്കാടാ മൈഗ്രെയിൻ? തറയാണ്, കറ പോണം. ഇത് സമയമേ പോകത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ തുടക്കാനാണ്. ഇങ്ങനെ അറിയത്തുള്ളൂ. ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ 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 അമർത്തി തുടയ്ക്കണം. മനസ്സിലായോ? ഇങ്ങനല്ലേ? സ്വന്തം വീടാണെന്ന് തോന്നുന്നെങ്കിലേ കുറച്ചും കൂടെ അമർത്തി തുടച്ചോ. പിന്നല്ല. മ്യൂസിക് കൂടെ ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ഛേ, ജോസഫ് ഏട്ടൻ വിളിക്കുമ്പോൾ ഞാൻ പാട്ട് പാടാൻ ലജ്ജാവാ. പാട്ടും കൂത്തൊന്നും വേണ്ട, തുടക്കടാ, പണിയെടുക്കടി. അതെ, പണി കുറച്ചുകൂടെ വേഗം നടക്കണമെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടിയാലോ? ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ബേബി ചേച്ചിയും ജോസഫ് ഏട്ടനും കൂടെ പാട്ട് പാടിയാലാണ് നമ്മുടെ അത്. നിങ്ങൾ രണ്ടുപേരും പാട്ട് പാട്. നിങ്ങൾ ഡേറ്റ് പാടുമ്പോ ഞങ്ങൾ പാട്ട് പാടി പാടിയെടുക്കാം. കണ്ണേൻ മുന്നേ കടലും തുള്ളാത്, പെണ്ണേനാൽ തൂണ്ടിൽ പോട്ടാ മീനും വെപ്പാത്. തന്താനെ നാനേ തന്താനെ നാനേ തന്തന്നാനേ ഒട്ടകത്തെ കെട്ടിക്കോ. പെട്ടുപോയാ ഞെട്ടിക്കോ. പെട്ടുപോയാ ഞെട്ടിക്കോന്നല്ല, ഒത്തൊഴിച്ചാ ഒത്തുക്കോ. തൊടടാ. വട്ടവട്ട പൊട്ടുകാരി ഒത്തുക്കോ, വാവളിച്ച ഒത്തുക്കോ, വട്ടവട്ട പൊട്ടുകാരി കെട്ടിയ ഒത്തുക്കോ, വട്ടവട്ട പൊട്ടുകാരി ഒത്തുവച്ച ഒത്തുക്കോ. തൊടടാ, വാവളിച്ച ഒത്തുക്കോ, വട്ടവട്ട പൊട്ടുകാരി. ചേച്ചി ഒരു മിനിറ്റ്, ഒരു സെൽഫി എടുത്തു. ഓ താങ്ക് യു. ശരി. സാം, ഹായ്. സുഖല്ലേ? സുഖാണ്. കൊറേ നാളായി കണ്ടിട്ട്. എന്താ ഇവിടെ? ഒരു ഫ്രണ്ടെ കാണാൻ വന്നതാ. അപ്പൊ ശരി, ബൈ. കാണാം. ഓക്കെ അല്ലേ? അവസാനത്തെ മുടി തലോടല്. അപ്പൊ അവിനാഷ് സർ, പടം ചെയ്യുമ്പോ എനിക്കൊരു റോള് ഓക്കെ ആണല്ലോ അല്ലേ? എന്തൊരു ചൂട്. ഇതെന്താ? ഇതാണോ? ഇത് കരാറല്ലേ? വാടക കരാർ അല്ല, അത് മനസ്സിലായി. ഇത് കാണാൻ കൊണ്ടൊന്നല്ല. ഒപ്പിട്ടില്ലേ? ഒപ്പിടാൻ എന്നൊരു മൂടില്ല. കണ്ണേൻ മുന്നേ
എന്തായാലും പാട്ട് പൊളി. അല്ല റെക്കോർഡ് ചെയ്ത് ഞാൻ എന്തിനാ ഏയ്, ചേട്ടൻ ഇങ്ങനെ ഒരു ഗാനഗന്ധർവനാണെന്നുള്ള വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ പോരാ അഭി അറിയണം, അറിയണം. സാം അറിയണം, അറിയണം. ചേച്ചി അറിയണം. അറിഞ്ഞിരിക്കും. നാട്ടുകാര് മൊത്തം അങ്ങട് ഇങ്ങനെ അറിയണം. അറിയിക്കും. അത് മാത്രമല്ല ചുമ്മാ ഒരു ഗായകനാണോ? അല്ലല്ലോ, ഒട്ടകത്തെ കെട്ടുന്ന നിത്യഹരിത പ്രണയ നായകനല്ലേ. ഒട്ടകത്തെ കെട്ടിക്കോ, പെട്ടുപോയാ ഞെട്ടിക്കോ, വട്ട വട്ട പൊട്ടുകാരി. അടിപൊളി. അല്ലേ? അങ്ങനെ നമ്മുടെ പ്രീതി ചേച്ചിയുടെ പുതുമണവാളന്റെ പോസ്റ്റ് മാരേജ് പെർഫോമൻസ് അല്ലേ? പോസ്റ്റ് മാരേജ് പെർഫോമൻസ് ചിലപ്പോ പ്രീ ഡിവോഴ്സ് പെർഫോമൻസ് ആവാൻ സാധിക്കും. ചിലപ്പോഴല്ല, ഉറപ്പായിട്ടും. വ്യക്തമായിട്ട് പറ. എന്റെ അടികൂട് കാലമാണ്. നിങ്ങൾ അടിയന്തരാവസ്ഥ കാലമാക്കരുത് മക്കളെ. എന്ത്? മോനടി മോനല്ലേ? മക്കളെ ഡാ പോടോ, താൻ പോടോ. നിന്നെ ശോഭപ്പെട്ട നില്ല അവിടെ. എന്തുവാ? ആ നീ വന്നാ? എന്താലോചിച്ചിരിക്കുക? ഏയ് ഞാനിങ്ങനെ ചുമ്മാ ജീവിതത്തെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല. ആ, ലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ആകാശ അന്വേഷണം പറയാൻ പറഞ്ഞു. സോ സ്വീറ്റ്. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഞാനങ്ങനെ സിനിമയൊന്നും കാണാറില്ല. പിന്നെ ഇപ്പോൾ മിസ്സാകാൻ പാടില്ല ഏതെങ്കിലും സിനിമ ഏതെങ്കിലും തിയേറ്റർ കളിക്കുന്നുണ്ടോ? അറിയില്ല, നോക്കണം. സാമിന് ഇഷ്ടപ്പെട്ട ഹീറോയിൻ ആരാ? അയ്യോ, എനിക്ക് ഹീറോയിൻസിൻ്റെ പേരൊന്നും അങ്ങനെ അറിയില്ല. ആരുടെയും പേരറിയില്ലേ? അല്ല, ചില ആൾക്കാരുടെയൊക്കെ അറിയാം. ആരുടെയൊക്കെ? ഉർവശി, ശോഭന, മഞ്ജു വാര്യർ. പുതിയ ആൾക്കാരുടെ ഒന്നും പേരറിയില്ല? പുതിയത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ സിനിമയൊന്നും അധികം കാണാത്തതുകൊണ്ട്. അവനെ നമ്മുടെ അഭി വർക്ക് ചെയ്യുന്ന മൂവിയിലെ ഹീറോയിനാണ് പ്രമിത. ഞാൻ ആ കുട്ടിയുടെ സിനിമയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവിയുടെ സെറ്റിൽ ചെന്നപ്പോൾ അഭി പരിചയപ്പെടുത്തിയതാണ്. അഭി അവൾക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് അവിയുടെ ഫ്രണ്ടായിട്ടുള്ള എന്നെയും വലിയ കാര്യമാണ്. അല്ല, ഈ അസൂയക്ക് എങ്ങനെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ലല്ലേ? എന്താ സൂയ? ആർക്കസൂയ? അങ്ങനെ ഇന്ന ആൾക്കൊന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിപ്പോ എന്തിനാ? ഒന്നുമില്ല, ഓരോന്നൊക്കെ ആലോചിച്ചപ്പോ ഒന്ന് തരാൻ തോന്നി. എന്നാലേ ഒരു കൈ അകലത്തിരുന്ന് ആലോചിച്ചോ. അതെ, ഈ പ്രമിതയായിട്ട് ഭയങ്കര കമ്പനിയാണോ? ഇത് എത്ര പേര് ചെയ്യുന്നുണ്ടറിയോ? ഒരുപാട് സംഭവമുണ്ട്. അതങ്ങനെ ഒരു പണിയുള്ള കേസൊന്നുമല്ല. ഇതിനെങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത്? എടാ, പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർ കാണുന്നതിനനുസരിച്ചാണ് പൈസ വരുന്നത്. ഇത് ആരും കാണണ്ട, ഒരു കല വേണ്ടേ? അങ്ങനൊന്നുമില്ല. എടാ, ഈ പണ്ഡിതന്മാര് വരെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. ആ, അത് ശരിയാണ്. അല്ല, പിന്നെന്താണ്? എന്താണ് രണ്ടാളും കൂടെ കൂലങ്കഷമായ ഒരു ചർച്ച? അല്ല, ഞാൻ ഈ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിനായിരുന്നു. ഏത് വീഡിയോ? അങ്ങനെ ഇന്ന വീഡിയോ ഒന്നുമില്ല. വീഡിയോ പരമാവധി ആളുകളെ കാണിക്കാന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുവഴി ജോസഫേട്ടന് തന്നീർക്കാനുള്ള വാടകയൊക്കെ തന്നീർക്കാന്ന് പറയണ്ടായി. അതാണ് DIGയുടെ പ്ലാൻ. പൈസയിലൊക്കെ എന്ത് കാര്യം അല്ലേ? പൈസയിൽ കാര്യമില്ലായിരിക്കാം, പക്ഷെ പാട്ടിലൊക്കെ കാര്യമുണ്ടല്ലോ. അതേത് പാട്ട്? അയ്യോ, നീ ജോസഫേട്ടന്റെ പാട്ട് കണ്ടിട്ടില്ലേ? ഇല്ല. എടാ, അടാ റൈറ്റ് അല്ലേ? അത് ഡ്യുവറ്റ്. ജോസഫേട്ടൻ ഒറ്റക്ക് ഡ്യുവറ്റാ? ഒറ്റക്കല്ല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാണിച്ചേ. ചുമ്മാ പറഞ്ഞാടാ, എന്റെ മോനിഞ്ഞ് വന്നേ. മോനാ? അന്ന് മിസ്റ്റർ എന്നെന്തോ? മിസ്റ്റർ എന്നുള്ളത് ബഹുമാനം ഉള്ളപ്പോ ചേർത്ത് വിളിക്കുന്നല്ലേ? ആണോ? അല്ല, വാടക കൂട്ടി. ഏത് വാടക? ആര് കൂട്ടി? എന്റെ മോനിഞ്ഞ് വീഡിയോ ഞാൻ വരാം. യൂട്യൂബ് നമ്മൾ മറന്നിട്ടില്ല. എന്താണ്? നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? അങ്ങനെ ഞാൻ ചെയ്യൂ. ഇത് നിന്റെ കാലാണെന്ന് കരുതി ഞാൻ ചോദിക്കാം, ഒന്ന് പോയി തരുമോ? എനിക്ക് കിളാണ് കഴുത്തോട്. അപ്പൊ വാടക കൂട്ടാൻ പറഞ്ഞതാ. ഇപ്പൊ തരുന്നതിലും 1000 രൂപ കുറച്ച് നീ തന്നാ മതി. അല്ലേ വേണ്ട, ആ വീട് നിന്റെ പേർക്ക് എഴുതി തരാൻ ഞാൻ പറഞ്ഞു. അല്ല, അന്നെന്തോ 5-ാം തീയതി. എടാ, 5-ാം തീയതി 6-ാം തീയതി ഒക്കെ കണ്ടിട്ടല്ലേ നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണം? ഡിലീറ്റ് ചെയ്യാം, പക്ഷെ അത് കഴിയുമ്പോൾ സ്വഭാവം മാറുമെന്നുള്ളതാണ്. മരിച്ചാലും ഞാൻ മാറൂല, നീ എന്നെ കൊല്ലായിരുന്നാ മതി. അങ്ങനെയാണോ? ഞാൻ ഡിലീറ്റ് ചെയ്യാം. കലണ്ടറിൽ നല്ലൊരു തീയതി നോക്കട്ടെ. മക്കളെ, ജോസഫിന്റെ ജീവിതം വെച്ച് കളിക്കല്ലടാ, ഡിലീറ്റ് ചെയ്യടാ. ഹണിമൂൺ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ചേച്ചി ഒരു കൊലപാതകയാക്കല്ലടാ.